ഈ ഗെയിമിംഗ് കീബോർഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്യാനും ഡിറ്റാച്ച് ചെയ്യാനും പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് വലത്തേ സൈഡിൽ ഇത് ഇരിക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾക്ക് അത്ര സുഖം പോരാന്നുണ്ടെങ്കിൽ ഇതിനെ നിങ്ങൾക്ക് ഊരിയെടുത്തിട്ട് ഇടത്തെ സൈഡിൽ വെക്കാനായിട്ട് സാധിക്കും. ഇതാണ് ഏസൂസ് റോഗിൻ്റെ ക്ലേമോർ 2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിമിംഗ് കീബോർഡ്. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങൾ നോക്കാം. ഈ ഇരിക്കുന്നതാണ് നമ്മുടെ ഏസൂസ് റോഗ് ക്ലേമോർ 2ൻ്റെ മൊത്തത്തിലുള്ള രൂപം എന്ന് പറയുന്നത്. ഇത് 3 പീസായിട്ടാണ് വരുന്നത്. ഞാൻ കാണിച്ചു തരാം. ഒരു ഡിറ്റാച്ചബിൾ ആയിട്ടുള്ളത്, ഒരു മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു ഹാൻഡ് റെസ്റ്റ്. നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന സമയത്തും ഭയങ്കര ഹെവി ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന സമയത്തും ഒരുപാട് വേദനയോ ഒന്നും തന്നെ എടുക്കാണ്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു ഡിറ്റാച്ചബിൾ ആയിട്ടുള്ളതുണ്ട്. അതുപോലെ തന്നെ ഡിറ്റാച്ചബിൾ ആയിട്ടുള്ള എന്താണ് നംപാഡിലാണ് എല്ലാം ഇരിക്കുന്നത്. ഈ ഒരു കീബോർഡിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഈ നംപാഡിലാണ്. ഇത് നിങ്ങൾക്ക് ഈ ഒരു കീബോർഡിൻ്റെ ഈ സൈഡിലോ അല്ലെങ്കിൽ ഈ സൈഡിലോ നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഏത് സൈഡിലാണോ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് കംഫർട്ടബിൾ, കണ്ടോ, ആ സൈഡിലേക്ക് ഈ നംപാഡിനെ ഇങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ തന്നെ അവിടുത്തെ RGB ലൈറ്റ് കത്തുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു സാധനത്തിൽ വീണ്ടും കുറേ പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തത് ഈ ഒരു റോളർ. ഈ റോളർ എന്താണെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം റോക്കറാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലാപ്ടോപ്പിലെ വോളിയം കൂട്ടാനും കുറയ്ക്കാനും പറ്റും. കണ്ടോ, ഇത് ഇവിടെ എൻ്റെ ലാപ്ടോപ്പിൻ്റെ വോളിയം എനിക്ക് ഇതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. കൂട്ടാനും കുറയ്ക്കാനും പെട്ടെന്ന് സാധിക്കും. പിന്നീട് വരുന്നത് ഇതിൻ്റെ അകത്തുള്ളൊരു 4 ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ബട്ടൺസ് ആണ്. നിങ്ങൾക്ക് ഓരോ ഗെയിമിൻ്റെ അകത്തുള്ള സെറ്റിങ്സ് ഓരോ ഗെയിമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് ഇതിനകത്ത് ഇടാനായിട്ട് പറ്റും. ഏസൂസിൻ്റെ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് നിങ്ങളുടെ ലാപ്ടോപ്പിൽ തന്നെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ തന്നെ ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പോൾ വാലറൻറ്റിൽ ഒരു സെറ്റിങ്സ്, നിങ്ങൾ PUBGയിൽ വേറൊരു സെറ്റിങ്സ്, നിങ്ങൾക്ക് കോൾ ഓഫ് ഡ്യൂട്ടിയിൽ വേറൊരു സെറ്റിങ്സ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഐക്കോണിക് ആയിട്ടുള്ള ROG ലോഗോ, നമ്മുടെ റോഗിൻ്റെ ലോഗോ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു 4 വര കാണാൻ പറ്റും. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏസൂസ് റോഗ് ക്ലേമോർ 2ൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് ആണ് അവിടെ കാണിക്കുന്നത്. പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു വയർലെസ് ഗെയിമിംഗ് കീബോർഡ് ആണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു. വയർലെസ് ഗെയിമിംഗ് കീബോർഡ് എന്ന് മാത്രമല്ല, ഈ വയർലെസ് ഗെയിമിംഗ് കീബോർഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 4000 mAh ഒരു ബാറ്ററിയാണ് ഇതിനകത്തുള്ളത്. അതുപോലെ തന്നെ Type-C പോർട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഫാസ്റ്റ് ചാർജിങ്ങും എനേബിൾഡ് ആണ്. ഇവിടെ ഒരു USB-A ഉണ്ട്, അതുപോലെ തന്നെ USB-C ഉണ്ട്, പിന്നീട് ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. നിങ്ങൾക്ക് USB-C വെച്ചിട്ട് കേബിൾ വെച്ചിട്ട് സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് ഈ ഒരു കീബോർഡിനെ ചാർജ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു കീ ക്യാപ്സ് നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്രീമിയം സെഗ്മെൻറ്റിലുള്ള കീ ക്യാപ്സ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കളേഴ്സ് എല്ലാം നിങ്ങൾക്ക് വയർലെസ്സിലും നല്ല രീതിക്ക് സിങ്ക്രണൈസ് ചെയ്യാൻ പറ്റും. അതായത് പാട്ട് കേൾക്കുന്ന സമയത്ത് ലൈറ്റ് കിട്ടുന്ന രീതി, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഓരോ ഗെയിമിനും ഓരോ കളറ് എങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ക്ലേമോർ 2 കീബോർഡിൻ്റെ അകത്ത് റോഗ് RX മെക്കാനിക്കൽ സ്വിച്ചസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഏസൂസിൻ്റെ തന്നെ റെഡ് സ്വിച്ചസും കിട്ടുന്നുണ്ട്, ബ്ലൂ സ്വിച്ചസും കിട്ടുന്നുണ്ട്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടിലേക്ക് ഞാൻ വരാം. ഇതിൻ്റെ സൗണ്ട്. ഞാൻ യൂസ് ചെയ്തതിൽ വെച്ചിട്ട് ഇത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കീസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഗെയിമിംഗ് കീബോർഡിൽ ഇത്രയും സ്മൂത്ത് ആയിട്ടുള്ളത്, അതായത് ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള കീസാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കാണിച്ചിട്ട് നിങ്ങൾക്ക് സൗണ്ടും കൂടി കാണാമല്ലോ. ഒരു കീബോർഡിൻ്റെ ഏറ്റവും ക്വാളിറ്റി പറയുന്നത് അതിൻ്റെ സ്പേസ് ബാർ ഞെക്കപ്പോഴുള്ള സൗണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. എന്ത് ഫേം ആയിട്ടുള്ള സ്പേസ് ബാറാണ് നോക്കി. അതുപോലെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്യപ്പോഴുള്ള സൗണ്ട്. ഗെയിം കളിക്കപ്പോഴാണെങ്കിലോ ഇത്ര സൗണ്ട് മാത്രമേ കേൾക്കുകയുള്ളൂ. ഭയങ്കര സുഖമാണ്. ഞാനിത് ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ആർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്തൊരു തോന്നുന്നില്ല. പക്ഷേ ഗെയിമിങ്ങിനും അതുപോലെ തന്നെ നിങ്ങൾക്ക് എഡിറ്റിങ്ങിനും സ്പെഷ്യലി യൂസ് ചെയ്യാൻ പറ്റിയതാണ്. നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ്. പിന്നെ നിങ്ങൾക്ക് USB കീബോർഡായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് നിങ്ങൾ USB കണക്ട് ചെയ്താൽ മതി. USB പാസ് ത്രൂവും ഈ ഒരു റോഗ് ക്ലേമോർ 2ൻ്റെ അകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി പലരും ചോദിച്ചേക്കാം ഇതിൻ്റെ റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത് 1 ms ആണ്. അതുപോലെ തന്നെ 2.4 GHz ആണ് ഇതിൻ്റെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുള്ള വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ ഒരു കീബോർഡിൽ എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്നുള്ളതൊന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുവരുന്നവരേക്കും താങ്ക് യു.